നമസ്കാരം. ഇന്നത്തെ വാർത്തകളുമായി ഷാജി കടയ്ക്കൽ. ഇന്ന് ഡിസംബർ 5 വ്യാഴം 2024 വാർത്തകളിലേക്ക്. വയനാട് ദുരന്തം അതീവ ഗുരുതര വിഭാഗത്തിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ. 2219 കോടി രൂപയുടെ പാക്കേജ് അന്തർ മന്ത്രാലയ സമിതി പരിശോധിക്കുകയാണെന്നും മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാകും സഹായധനത്തിൽ തീരുമാനമെന്നും ഗുരുതര സ്വഭാവത്തിലുള്ള ദുരന്തം എന്ന ഗണത്തിലാണ് വയനാട് ദുരന്തത്തെ കേന്ദ്രം ഉൾപ്പെടുത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. വയനാടിന് പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഇന്നലെ അമിത്ഷായെ കണ്ടു. വയനാട് എംപി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് എംപിമാർ ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇക്കാര്യത്തിൽ എടുത്ത നടപടികൾ ഇന്ന് അറിയിക്കാമെന്ന് അമിത്ഷാ ഉറപ്പു നൽകിയതായി പ്രിയങ്ക വ്യക്തമാക്കി. കേന്ദ്രത്തിന് മുന്നിട്ടിറക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് രാജ്യത്തിനാകെ പ്രത്യേകിച്ച് ഇരകൾക്ക് വളരെ മോശമായ സന്ദേശമാണ് നൽകുന്നതെന്നും രാഷ്ട്രീയത്തിന് അതീതമായി ഉയരണമെന്നും ജനങ്ങളുടെ വേദനയും കഷ്ടപ്പാടുകളും മനസ്സിലാക്കണമെന്നും ആഭ്യന്തരമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും ശ്രദ്ധയോടെയാണ് അത് കേട്ടതെന്നും പ്രിയങ്ക പറഞ്ഞു. ക്രിമിനൽ കേസുകളിലെ അപ്പീലിലെ ശിക്ഷ മരവിപ്പിക്കുന്നതിന് പിഴത്തുക കെട്ടിവെക്കണമെന്ന ഉപാധി പാടില്ലെന്ന് വ്യക്തമാക്കി സുപ്രീംകോടതി. ബലാത്സംഗ കേസിലെ ശിക്ഷ മരവിപ്പിക്കാൻ വിചാരണ കോടതി ഉത്തരവിട്ട 50,000 രൂപയുടെ പിഴ കെട്ടിവെക്കാനുള്ള കേരള ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി ഭേദഗതിയും ചെയ്തു. പിഴയും ശിക്ഷയും ഭാഗമാണെന്നും അതുകൊണ്ട് അപ്പീലിൽ പിഴയും ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. പുതിയ MLA-മാരായ UR പ്രദീപിനും രാഹുൽ മാങ്കുട്ടത്തിലും നീല ട്രോളി ബാഗിൽ ഉപഹാരം നൽകി സ്പീക്കർ. ഭരണഘടനയും നിയമസഭാ ചട്ടങ്ങൾ അടങ്ങുന്ന പുസ്തകങ്ങളുമാണ് ബാഗിൽ ഉള്ളത്. അതേസമയം നീല ട്രോളി ബാഗ് യാദൃച്ഛികമാണെന്നാണ് സ്പീക്കറുടെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നത്. പാസ്പോർട്ടിന് അപേക്ഷിച്ചവരെ ലക്ഷ്യമിട്ട് നടക്കുന്ന പുതിയ തട്ടിപ്പിനെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി പോലീസ്. പലതരം വാഗ്ദാനങ്ങളുമായി നിങ്ങളെ തേടിയെത്തുന്ന മെസ്സേജുകളും അവയിലെ ലിങ്കുകളും സൂക്ഷിക്കണമെന്ന് തൃശൂർ സിറ്റി പോലീസ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിച്ച അറിയിപ്പിൽ പറയുന്നു. കേരളത്തിന്റെ ഹെലി ടൂറിസം നയത്തിന് മന്ത്രിസഭാ യോഗ തത്വത്തിൽ അംഗീകാരം നൽകി. സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കുറഞ്ഞ സമയത്തുള്ളിൽ എത്തിച്ചേരാനുള്ള ഹെലികോപ്റ്റർ സർവീസ് നെറ്റ്വർക്ക് സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ഹെലി പോർട്സ്, ഹെലി സ്റ്റേഷൻ, ഹെലി പാഡ്സ് തുടങ്ങിയവയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചും പോളിസിയിൽ വ്യക്തത വരുത്തിയിട്ടുമുണ്ട്. CBSE 9-10 ക്ലാസ്സിലേക്കുള്ള സയൻസ്, സോഷ്യൽ സയൻസ് വിഷയങ്ങൾ സ്റ്റാൻഡേർഡ്, അഡ്വാൻസ്ഡ് എന്നീ തലങ്ങളിൽ പരീക്ഷ നടത്താൻ ഉദ്ദേശിക്കുന്നതായി റിപ്പോർട്ടുകൾ. വിഷയം കരിക്കുലം കമ്മിറ്റി ചർച്ച ചെയ്തെങ്കിലും ഗവേണിംഗ് ബോഡിയുടെ അംഗീകാരം ലഭിച്ചാൽ 2026-27 അധ്യയന വർഷം മുതൽ രീതി തുടരാനാണ് നീക്കം. കൊച്ചി ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ താക്കീത്. തൃപ്പൂണിത്തുറ പൂർണ്ണത ഈശ്വര ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആനകളെ എഴുന്നള്ളിച്ചുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഫയൽ ചെയ്ത റിപ്പോർട്ട് കോടതി പരിഗണിക്കുകയാണ് ദേവസ്വങ്ങളെ ഹൈക്കോടതി താക്കീത് ചെയ്തത്. നിർദ്ദേശം എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ലെന്നും മതത്തിന്റെ പേരിൽ എന്തും ചെയ്യാമെന്ന് കരുതരുതെന്നും സാമാന്യ ബുദ്ധി പോലുമില്ലേ എന്നും കോടതി ചോദിച്ചു. അമിത നിരക്ക് ഈടാക്കുന്നത് ഒഴിവാക്കാൻ പ്രീപെയ്ഡ് രീതിയിലേക്ക് ഡോളി സർവീസ് മാറ്റാനുള്ള ദേവസ്വം നീക്കുന്നതിനെതിരെ തൊഴിലാളികളുടെ പരിഷത്തിൽ വിമർശനവുമായി ഹൈക്കോടതി. അയ്യപ്പ ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും തീർത്ഥാടന കാലയളവിൽ ഇത്തരം പ്രവൃത്തികൾ ഇനി പാടില്ലെന്നും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിലപാടെടുത്തു. ഇതേ തുടർന്ന് പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിൽ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും കോടതി വിലക്ക് ഏർപ്പെടുത്തി. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് സ്ഥലമാറ്റി നൽകി ഉത്തരവ്. മഞ്ജുഷയുടെ അപേക്ഷ പരിഗണിച്ചാണ് നടപടി. ഉത്തരവാദിത്തപ്പെട്ട ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി കളക്ടറേറ്റിലേക്ക് മാറ്റി നൽകണമെന്ന് മഞ്ജുഷ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലമാറ്റം നൽകിയത്. സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ഭിന്നതയിൽ നിലപാട് വ്യക്തമാക്കി AP വിഭാഗം നേതാവും SYS ജനറൽ സെക്രട്ടറിയുമായ AP അബ്ദുൽ ഹക്കീം അസ്ഹരി. സമസ്തയുടെ കൂടി ഭാഗമായ ലീഗ് നേതാക്കൾ സുന്നി വിരുദ്ധ ആശയങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ ആണ് ഇപ്പോഴുള്ള അസ്വസ്ഥതകൾക്ക് കാരണമെന്ന് ഹക്കീം അസ്ഹരി പറഞ്ഞു. മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നതിന് മുമ്പ് സമസ്ത സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗ് സമസ്തയെ നിയന്ത്രിക്കുന്നതിന് സാങ്കത്യമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊടകര കുഴൽപ്പണക്കേസിൽ തിരൂർ സതീഷിന്റെയും രഹസ്യമൊഴിയെടുക്കാൻ കോടതിയുടെ അനുമതി. തൃശൂർ CJM കോടതിയാണ് രഹസ്യമൊഴിയെടുക്കാൻ അനുമതി നൽകിയത്. ഇടമുളക്കൽ സഹകരണ ബാങ്ക് ക്രമക്കേസിൽ കേസെടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ആരോപണ വിധേയരുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ ക്രയവിക്രയം ചെയ്യാൻ പാടില്ലെന്നും കോടതി ഉത്തരവിട്ടു. കൃത്യമായ വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ സർക്കാരിനെതിരെ നടപടി ഉണ്ടാവുമെന്നും സുപ്രീം കോടതിയിൽ പോയി കാലുപിടിക്കേണ്ടി വരുമെന്നും കോടതി വിമർശിച്ചു. പ്രസവത്തിൽ കുഞ്ഞിന്റെ കൈക്ക് ചലനശേഷി നഷ്ടമായെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെയാണ് കേസ്. കഴിഞ്ഞ വർഷം ജൂലൈ 27-ന് ആശുപത്രിയിൽ ജനിച്ച കുഞ്ഞിന് വലത് കൈക്ക് ചലനശേഷി ഇല്ലാതെ വന്നതോടെയാണ് അച്ഛൻ ആലപ്പുഴ ചിറപ്പറമ്പ് വിഷ്ണു പോലീസിനെ സമീപിച്ചത്. വാക്കൺ ഡെലിവറി വഴി പ്രസവം നടത്തിയവർ ഉണ്ടായ പിഴവാണ് വലത് കൈയുടെ ചലനശേഷി നഷ്ടമാക്കിയെന്നാണ് ആരോപണം. ഭാര്യയുടെ സ്ത്രീധന പീഡന പരാതിയിൽ മുൻകൂർ ജാമ്യം തേടി ബിപിൻ സി ബാബു ഹൈക്കോടതിയിൽ. പരാതി വാസ്തവവിരുദ്ധമാണെന്നും ബിപിൻ സി ബാബു ആരോപിക്കുന്നത്. പാർട്ടി വിട്ട് BJPയിൽ ചേർന്നതിന്റെ ഭാഗമായുള്ള രാഷ്ട്രീയ പകപോക്കലാണ് പരാതിക്ക് പിന്നിലെന്നും ബിപിൻ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു.
ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കത്തിൽ ഉൾപ്പെട്ട മലങ്കര സഭയുടെ പള്ളികളിലെ സെമിത്തേരികൾ ശവസംസ്കാര ശുശ്രൂഷ നടത്താൻ 1930 സഭ ഭരണഘടന അംഗീകരിക്കണമെന്ന നിബന്ധന പാടില്ലെന്ന് സുപ്രീം കോടതി. സെമിത്തേരിയിലെ ശവസംസ്കാര ശുശ്രൂഷ നടത്താൻ യാക്കോബായ സഭയുടെ പുരോഹിതർക്ക് വഴി ഒരുങ്ങുന്ന സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവാണ് പുറത്തു വന്നത്. കായംകുളത്ത് 5 CPM പ്രവർത്തകർ കൂടി BJPയിൽ ചേർന്നു. പത്തിയൂർ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 5 പേരാണ് BJPയിൽ ചേർന്നത്. സാങ്കേതിക തകരാറിനെ തുടർന്ന് ഷൊർണൂർ സ്റ്റേഷനിൽ പിടിച്ചിട്ട വന്ദേഭാരത് എക്സ്പ്രസിന്റെ യാത്രാ പ്രശ്നം പരിഹരിച്ചത് 3 മണിക്കൂറിലെ സമയമെടുത്ത്. സാധാരണ എഞ്ചിൻ കൊണ്ടുവന്ന് വന്ദേഭാരതുമായി ബന്ധിപ്പിച്ച ശേഷമാണ് യാത്ര തുടർന്നത്. ഇന്നലെ 5:30 ഷൊർണൂർ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടേണ്ട കാസർഗോഡ് തിരുവനന്തപുരം വന്ദേഭാരത് ട്രെയിനാണ് 3 മണിക്കൂറിലേറെ നേരം പിടിച്ചിട്ടത്. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് പ്രധാന പങ്കാളിയായ TUCOM ഒഴിവാകുന്നു. കരാറൊപ്പിട്ട് 13 വർഷം കഴിഞ്ഞിട്ടും പദ്ധതി കാര്യമായ പുരോഗതി ഉണ്ടാക്കാത്തതിനാൽ സംസ്ഥാന സർക്കാരിന്റെ സമ്മർദ്ദത്തിനൊടുവിലാണ് പിന്മാറ്റം. കെട്ടിട നിർമ്മാണം അടക്കം പദ്ധതിയിൽ TUCOM മുടക്കിയ തുക എത്രയെന്ന് വിലയിരുത്തി അവർക്ക് നഷ്ടപരിഹാരം നൽകാനാണ് സർക്കാർ തലത്തിലുണ്ടായ ധാരണ. കേരള ഹൈക്കോടതിയിൽ ഓഫീസ് സമയത്ത് ഔദ്യോഗിക ആവശ്യങ്ങൾക്കൊഴികെയുള്ള ഫോൺ ഉപയോഗം വിലക്കി. കേരള ഹൈക്കോടതി ജീവനക്കാർ ഓഫീസ് സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് വിലക്കി. രജിസ്ട്രാർ ജനറലാണ് ഉത്തരവിറക്കിയത്. സീനിയർ ഓഫീസർമാർ ഒഴികെയുള്ള സ്റ്റാഫ് അംഗങ്ങൾ ഫോൺ ഉപയോഗിക്കരുതെന്നാണ് നിർദ്ദേശം. പലരും ജോലി സമയത്ത് ഓൺലൈൻ ഗെയിം കളിക്കുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് രജിസ്ട്രാർ ജനറൽ നടപടി എടുത്തത്. കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് ദേശീയ പുരസ്കാരം. മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയും ജനങ്ങൾക്ക് മികച്ച സേവനം ലഭ്യമാക്കുകയും ചെയ്യുന്ന ഗതാഗത മേഖലയ്ക്കുള്ള പദ്ധതിക്കുള്ള ഗോൾഡ് മെഡലാണ് കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് ലഭിച്ചത്. രാജ്യത്തെ മികച്ച ദേശമാക്കി മാറ്റാൻ ധനസംഭാവന നൽകുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പദ്ധതികൾക്കും പ്രവർത്തനം, സാങ്കേതികം, വൈദഗ്ധ്യം, സേവനം തുടങ്ങിയവയിലെ മികവിന് സ്കോച്ച് ഗ്രൂപ്പ് നൽകുന്ന ദേശീയ അവാർഡാണിത്. കരുളായി ഉൾവനത്തിൽ പാറയിൽ നിന്ന് കാൽവഴുതി വീണ് ആദിവാസി യുവതിക്ക് ദാരുണാന്ത്യം. ചോല നായിക്ക് ആദിവാസി സമൂഹത്തിൽപ്പെട്ട മാതി ആണ് മരിച്ചത്. ശനിയാഴ്ച രാത്രിയായിരുന്നു അപകടം. മരണത്തിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ആറാട്ടുപുഴയിൽ ഭാര്യ വീട്ടിലെത്തിയ യുവാവ് മരിച്ച സംഭവം കൊലപാതകമാണെന്ന് സ്ഥിരീകരണം. കായംകുളം പെരുമ്പള്ളി പുത്തൻ പറമ്പിൽ വിഷ്ണുവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭാര്യ ആതിര, ബന്ധുക്കളായ ബാബുരാജ്, പക്മൻ, പൊടിമോൻ എന്നിവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. തലയ്ക്കുണ്ടായ ആന്തരിക ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടതിന് പിന്നാലെയാണ് നടപടി. കേസിൽ 4 പ്രതികൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. എറണാകുളം കോലഞ്ചേരിയിൽ കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് 2 കോളേജ് വിദ്യാർത്ഥികളടക്കം 3 പേർക്ക് പരിക്ക്. പടപ്പറമ്പ് കവലയിലാണ് അപകടം നടന്നത്. നിയന്ത്രണം വിട്ടുവന്ന കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായത്. പരിക്കേറ്റ 3 പേരിൽ ഒരു പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമെന്നാണ് വിവരങ്ങൾ. ശ്രീനാരായണപുരം ഗുരുക്കുലം കോളേജിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. അല്ലു അർജുൻ ചിത്രമായ പുഷ്പ 2ന്റെ റിലീസ് അനുബന്ധിച്ച് ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലെ തെക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിച്ചു. ഇന്നലെ രാത്രി 11 മണിക്കുള്ള പ്രീമിയർ ഷോയ്ക്ക് എത്തിയ അല്ലു അർജുനെ കാണാത്തിയ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസിന് ലാത്തി വീശേണ്ടി വന്നു. ഇതിനിടയിൽപ്പെട്ടാണ് സ്ത്രീ മരിച്ചത്. ഒരു കുട്ടിയടക്കം 2 പേർ ബോധം കെട്ട് വീണു. ഇവരെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിച്ചു. കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ്. ദില്ലിയിലെ പ്രശസ്തമായ ജുമാ മസ്ജിദ് സർവേ നടത്തണമെന്നാവശ്യപ്പെട്ട് ഹിന്ദുസേന ദേശീയ അധ്യക്ഷൻ വിഷ്ണു ഗുപ്ത ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യൻ ഡയറക്ടർ ജനറലിന് കത്തയച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.